8051 ഇൻട്രപ്റ്റ്സ് 8051 ഇൻട്രപ്റ്റുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന പോർഷൻ ഇൻട്രപ്റ്റ് പ്രിയോറിറ്റി രജിസ്റ്റർ എന്നുള്ളതാണ്. IP രജിസ്റ്റർ 8051 6 ഇൻട്രപ്റ്റുകളാണ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ റീസെറ്റ് ഇൻട്രപ്റ്റ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റിലേക്ക് വരുന്നതേയില്ല, സിസ്റ്റം റീസെറ്റ് ആണ്. പിന്നെയുള്ളത് 5 ഇൻട്രപ്റ്റ് ആണ്. അതിൽ 2 ഇൻട്രപ്റ്റ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റുകളാണ്, INT0, INT1. പിന്നെയുള്ളത് 2 ടൈമർ ഇൻട്രപ്റ്റുകളാണ്, TF0, TF1. പിന്നെ ഒന്ന് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ് ആണ്, RI ആൻഡ് TI. ഇതിൽ 2 ഹാർഡ്വെയർ ഇൻട്രപ്റ്റുകളാണ്, ദാറ്റ് ഈസ് INT0, INT1. പിന്നെ 3 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റുകളാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ വെക്ടർ അഡ്രസ്സുകളും ഒക്കെ നമ്മൾ വ്യക്തമായി നോക്കിയതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രിയോറിറ്റിയാണ്. എന്താ പ്രിയോറിറ്റി? ഈ 5 ഇൻട്രപ്റ്റുകളിൽ ആദ്യം ആരെ സ്വീകരിക്കും? ഈ 5 ഇൻട്രപ്റ്റുകളും കൂടെ ഒരേ സമയത്ത് മൈക്രോ കൺട്രോളർ 8051 ഹിറ്റ് ചെയ്താൽ ഹു വിൽ ബി ദ ഫസ്റ്റ്? ആരെ മൈക്രോ കൺട്രോളർ ആദ്യം സർവീസ് ചെയ്യും എന്നുള്ളതാണ് പ്രിയോറിറ്റി. ഇനി 5 കൂടെ ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, 2 മാത്രം. 2 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് കൊടുത്തിട്ടുണ്ട്, INT0, INT1. രണ്ടും പുറത്തുനിന്ന് വരുന്നതാണ്. 2 ഒരേ സമയത്ത് വന്ന് ഹിറ്റ് ചെയ്താൽ ഫസ്റ്റ് ഹൂ എന്നുള്ളത് ചോദ്യം വരും. അതാണ് പ്രിയോറിറ്റി. ഇതെല്ലാ മൈക്രോ കൺട്രോളറുകളും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ 8051 ഡിഫോൾട്ടായി, സിസ്റ്റം ഡിഫോൾട്ടായിട്ട് തന്നെ പ്രിയോറിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രിയോറിറ്റിയാണ് നമ്മളിവിടെ ചാർട്ടിൽ വരച്ചിരിക്കുന്നത്. ഏറ്റവും പ്രിയോറിറ്റി കൂടിയത് INT0 ആണ്. അത് കഴിഞ്ഞ് TF0, അത് കഴിഞ്ഞ് INT1, അത് കഴിഞ്ഞ് TF1, ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് RIT സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ 5 ഇൻട്രപ്റ്റുകളോടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം INT0 എടുക്കുമെന്ന് അർത്ഥം. ഇനി INT0 ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 4 ഉള്ളതെങ്കിൽ അതിൽ TF0 എടുക്കുമെന്ന് അർത്ഥം. ഇനി നമ്മൾ ഈ ലാസ്റ്റ് 2 മാത്രമേ ഉള്ളൂ, ഇത് 3 നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇത് 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ TF1 ആദ്യം എടുക്കുമെന്ന് അർത്ഥം. അതാണ് പ്രിയോറിറ്റി. ഈ പ്രിയോറിറ്റി ഫിക്സ്ഡ് അല്ല, യൂസറിന് അല്പം മാറ്റാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ IP രജിസ്റ്റർ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് പ്രിയോറിറ്റി രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. IP രജിസ്റ്ററിന്റെ പിൻ എങ്ങനെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ ബിറ്റുകളും എന്ത് ഫംഗ്ഷൻ കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. IP രജിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്താൽ 8 ബിറ്റാണ്, ബിറ്റ് അഡ്രസ്സബിൾ ആണ്. കാരണം IP.1, IP.2, IP.3, IP.4 നമുക്ക് എടുക്കാം. 3 ബിറ്റുകൾ നമ്മളിവിടെ ഡിസ്കഷൻ പോയിന്റ് വരുന്നില്ല, D7, D6, D5. 3 ബിറ്റുകളും ഈ 2 ബിറ്റ് ഉപയോഗിക്കുന്നില്ല, നമുക്ക് യൂസറിന് കിട്ടുന്നില്ല. PT2 8052 അപ്പോൾ നമ്മളിവിടെ 8051 ആയതുകൊണ്ട് നമുക്ക് അതും ഇവിടെ മാറ്റാം. അപ്പോൾ ഈ 3 ബിറ്റിന് 000 എന്ന് കൊടുത്താൽ മതി. പിന്നെയുള്ള 5 ബിറ്റുകൾ ഒന്ന് PS, PT1, PX1, PT0, PX0. ഈ പേരിൽ നിന്ന് അറിയപ്പെടും. പ്രിയോറിറ്റിയാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ, പ്രിയോറിറ്റി ഓഫ് ടൈമർ 1, PT1, പ്രിയോറിറ്റി ഓഫ് X1 എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ആണ്, INT1. INT0ക്ക് INT1 ഉണ്ടല്ലോ, അതുപോലെ PT0 ടൈമറിന്റേതാണ്, സോ ഇറ്റ് ഇസ് TF0. PX0 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ആണ്, PX0. അപ്പോൾ ഇതിന്റെ പ്രിയോറിറ്റികളെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യും? 2 വാല്യൂ കൊടുക്കാൻ പറ്റും, ഒന്നുകിൽ 0 കൊടുക്കാം അല്ലെങ്കിൽ 1 കൊടുക്കാം. 1 കൊടുത്താൽ അതിന് ഹയസ്റ്റ് പ്രയോറിറ്റിയാണ്, അതിന് ഹയർ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇത് 4 1 കൊടുത്തു, ഇത് ഇവിടെ ഈ ബിറ്റ് മാത്രം 1 കൊടുത്തെന്ന് വിചാരിക്കുക. ഈ ബിറ്റ് മാത്രം 1 കൊടുത്താൽ സീരിയൽ കമ്മ്യൂണിക്കേഷന് മറ്റുള്ളതിനെ അപേക്ഷിച്ച് പ്രയോറിറ്റി കൂടിയെന്നർത്ഥം. ഇത് 2 1 കൊടുത്താലോ? ഇത് 2 കൊടുത്താൽ PS, PT1 രണ്ടിനും പ്രയോറിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഈ PS ഉം PT1 ഡിഫോൾട്ടായിട്ട് ഹയസ്റ്റ് പ്രയോറിറ്റി ആരാണെന്ന് വെച്ചാൽ അയാൾക്കായിരിക്കും എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? PS, PT1 2 1 കൊടുത്തു കഴിഞ്ഞാൽ PT1 ആണല്ലോ ഇവിടുത്തെ ഡിഫോൾട്ടായിട്ട് വരുന്നത്, അപ്പോൾ PT1 ആദ്യം എടുക്കും, PS രണ്ടാമത് എടുക്കും. ഓക്കെ, ഇത് 3 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 2 മാത്രം അങ്ങനെ ചെയ്യും. ഇനി ഇത് 3 കൂടെ 1 കൊടുത്താലോ? 1 1 1. ഈ 3 ബിറ്റ് 1 കൊടുത്താലോ? ഇത് 2 ഉപയോഗിക്കുന്നില്ല എങ്കിൽ PS, PT1, PX1 അതിലെ PT1 PX1 അല്ലേ പ്രയോറിറ്റി കൂടിയത്, അപ്പോൾ PX1 ആദ്യം എടുക്കും, ദെൻ PT1, ദെൻ PS എടുക്കും. അപ്പോൾ നമുക്ക് പ്രിയോറിറ്റി ഒരു ബിറ്റിന് മാത്രം വേണമെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 5 ഉണ്ട്, യൂഷ്വൽ കേസിൽ ഇതാണ് ലോവസ്റ്റ് പ്രയോറിറ്റി. ഇതിന് മാത്രം ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആദ്യം വരണം, ഫസ്റ്റ് അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ PS മാത്രം 1 കൊടുത്താൽ മതി, ബാക്കി എല്ലാം 0 കൊടുത്താൽ 5 PS ആദ്യം എടുക്കും. 5 ഒരുമിച്ച് വന്നാൽ PS ആദ്യം എടുക്കും. അത്രയേ ഉള്ളൂ ഇൻട്രപ്റ്റ് പ്രിയോറിറ്റി രജിസ്റ്റർ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അത് എങ്ങനെ നമുക്ക് രജിസ്റ്ററിൽ വാല്യൂ കൊടുക്കാം എന്നുള്ളത് കൊണ്ട് 2 എക്സാമ്പിളിലൂടെ നോക്കാം. Program the IP register to assign the highest priority to INT1. INT1 ഹയസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കണമെങ്കിൽ അതിന്റെ ബിറ്റ് മാത്രം 1 ആക്കി കൊടുക്കുക. അതായത് IP.2 എന്ന് പറഞ്ഞ ബിറ്റാണ്, D2 ബിറ്റ്. ആ ബിറ്റ് 1 ആക്കണമെങ്കിൽ നമുക്ക് 00000 ആ ബിറ്റ് മാത്രം 1 ആക്കി കൊടുത്താൽ INT1 ഹയസ്റ്റ് പ്രിയോറിറ്റി വരും. അങ്ങനെയാണെങ്കിൽ INT0യും INT1 കൂടി ഹിറ്റ് ചെയ്താൽ INT1 ആയിരിക്കും ആദ്യം അഡ്രസ് സർവീസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതിന് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ മൂവ് IP, 04H എന്നോ, അല്ലെങ്കിൽ 0000100B എന്നോ, ബൈനറി എന്നോ, ഇതേ രീതിയിലോ. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ബി ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇത് ബിറ്റ് അഡ്രസ്സബിൾ ആയതുകൊണ്ട് ആ ബിറ്റ് മാത്രം നമുക്ക് സെറ്റ് ചെയ്യാം, സെറ്റ് ബി IP.2. ഇന്റർ പ്രിയോറിറ്റി രജിസ്റ്ററിലെ 0.2 012 മൂന്നാമത്തെ ബിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ
INT1 ഹയസ്റ്റ് പ്രയോറിറ്റി വരും. ഈ മെത്തേഡുകളിൽ 3 മെത്തേഡിൽ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചാൽ നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. ഇനി ഇന്ററപ്റ്റ് പ്രയോറിറ്റി ഈസ് സെറ്റ് ബൈ ദ ഇൻസ്ട്രക്ഷൻ മൂവ് IP, 00001100B. ഇങ്ങനെ അപ്പോൾ 2 ഇന്ററപ്റ്റുകൾക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഇന്ററപ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കേസിൽ PT1 PX1 ആണ്. ടൈമർ 1 എക്സ്റ്റേണൽ 1 ആണ്. ഇതിൽ 2 ഇന്ററപ്റ്റുകൾക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫോൾട്ട് INT0, TF0, INT1, TF1, RINTA ആണ്. ഇതാണ് ഡിഫോൾട്ട് വാല്യൂ. ഇതിൽ പ്രിയോറിറ്റി നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് PT1 PX1 ഹയസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്തു. അതാണ് നമ്മൾ ടിക്ക് മാർക്ക് എടുക്കുന്നത്. PT1 ദെൻ PX1. ഇതിൽ ഈ 2 പ്രിയോറിറ്റി സെറ്റ് ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഏതാണ്? PX1 ആണല്ലോ. അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ 5 ഇന്ററപ്റ്റും ഹിറ്റ് ചെയ്യുന്ന വിചാരിക്കുക. ഇതേപോലെ പ്രിയോറിറ്റിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ആരെ സർവീസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ INT0 സർവീസ് ചെയ്യില്ല. കാരണം എന്താ? ആദ്യം നമ്മൾ പ്രിയോറിറ്റി 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാരെ സർവീസ് ചെയ്യും? ഇതിലെ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആരാണ്? INT1 അല്ലേ? ഈ INT1 TF1 ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളവരാണ് INT1. അപ്പോൾ INT1 ആയിരിക്കും ആദ്യം സർവീസ് ചെയ്യുക. രണ്ടാമതോ 5 ഹിറ്റ് ചെയ്താൽ ആദ്യം ഇതിനെ സർവീസ് ചെയ്യും. രണ്ടാമത് നമ്മൾ പ്രിയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് സ്വാഭാവികമായും TF1 തന്നെ സർവീസ് ചെയ്യും. മൂന്നാമത് ആരെ സർവീസ് ചെയ്യും? മൂന്നാമത് പിന്നെ ഉള്ളത് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആരാ? INT0 ആണ്. അപ്പോൾ മൂന്നാമത് INT0, നാലാമതോ TF0, അഞ്ചാമത് RINTA ആയിരിക്കും സർവീസ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയത്. ഹയസ്റ്റ് പ്രയോറിറ്റി എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ആണ്. കാരണം അത് നമ്മൾ പ്രിയോറിറ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് PX1. ദെൻ ടൈമർ ഓൺ ഇന്ററപ്റ്റിന്റെ പ്രിയോറിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും രണ്ടാമത്. മൂന്നാമത് ഡിഫോൾട്ട് ആയിട്ടുള്ളതിൽ ഏറ്റവും വലുത് INT0, 4 ടൈമർ 0, 5 എന്ന് പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയായിരിക്കും പ്രിയോറിറ്റി സെറ്റ് ചെയ്യപ്പെടുക.